UDF ഭരിക്കുന്ന നഗരസഭകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ വഞ്ചനാപരമായൊരു സമീപനമായിരുന്നു. അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല, വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു, പ്രമേയം പാസ്സാക്കി. പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞൊരു വർഷമായിട്ടത് വാങ്ങിയിട്ടുണ്ട്. ആ പണം മുഴുവൻ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എൻ്റെ കൈവശം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ടായിട്ടുള്ള അധിക വരുമാനത്തിൻ്റെ കണക്കുണ്ട്. ഓരോരുത്തരും വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അധിക വരുമാനം ഇതിലൂടെ ലഭിച്ചത് 177.9 കോടി രൂപയുടേതാണ്. 177.9 കോടി രൂപയുടെ. പെർമിറ്റ് ഫീ വർദ്ധിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അതോടൊപ്പം വളരെ വിപ്ലവകരമായൊരു പരിഷ്കാരം സർക്കാർ നടപ്പാക്കിയിരുന്നു. നഗരങ്ങളിൽ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ലോ റിസ്ക് കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം തന്നെ പെർമിറ്റ് അനുവദിക്കാൻ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ സംവിധാനമൊരുക്കി. അതായത് നേരത്തെ ഉള്ളതുപോലെ അപേക്ഷിക്കുന്നു, പിന്നെ പരിശോധന നടത്തുന്നു, ഓവർസിയറുടെ പരിശോധന, എയുടെ പരിശോധന, മാസങ്ങളെടുക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഇല്ലാതായി. 300 സ്ക്വയർ മീറ്റർ വരെയാണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തത്സമയം പെർമിറ്റ് കൊടുക്കുന്ന വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരം. പലപ്പോഴും ഈ പെർമിറ്റിലെ നടപടിക്രമങ്ങൾ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അഴിമതിക്കിടയാക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപം വന്നിരുന്നു. അഴിമതി പൂർണ്ണമായിട്ടും തടയാൻ സഹായിക്കുന്ന നിലയിലാണ് സ്വയം സാക്ഷ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പെർമിറ്റ് കൊടുക്കാൻ സർക്കാർ സൗകര്യമൊരുക്കിയത്.